ആ വെയിറ്റ്, ഞാൻ ഒരാളെ കണ്ടിട്ടെ. ഹലോ സാമി സാറേ. സാമി സാറേ ഹലോ, കേക്കുന്നില്ലേ? സാമി സാറ് കേക്കുന്നില്ലേ? സ്വാമി സാറേ തലക്കുണ്ട വെച്ച റീ എൻട്രി അടിക്കുന്ന സ്വാമി സാറല്ലേ ഇത്? അന്ന് ഡി എച്ച് റീ എൻട്രി അടിച്ച സാറല്ലേ ഇത്? ഹലോ സ്വാമി സാറേ, സാറെ കേക്കാവല്ലോ? ഇത് റീ എൻട്രി സാറല്ലേ? റീ എൻട്രി രണ്ടാമത് റീ എൻട്രി അടിച്ച സാറല്ലേ ഇത്? ഡി എച്ച് പറ സാറേ. അയ്യാ അല്ല സാറേ, റീ എൻട്രി സാറ് പറയാം. ഹലോ സാമി സാറ് കേക്കുന്നുണ്ടോ? ഹലോ ഷാഡോ സാറ് അഫ്ഗാൻ തോന്നുന്നു. അല്ല സാമി സാർ അഫ്ഗാൻ തോന്നുന്നു. ഷാഡോ സാറ് വേറെ അല്ലേ? ഫ്രീ വണ്ടി ഉണ്ട്, അവര് വരട്ടെ. വണ്ടി എടുത്ത് പോവാ. എന്റെ വിളിക്കേണ്ട ആവശ്യം എന്റെ വണ്ടി ഇട്ടിട്ടുണ്ട്. ആ വെയിറ്റ്, ഞാൻ ഒരാളെ കണ്ടിട്ടെ. ഹലോ സാമി സാറേ. സാമി സാറേ ഹലോ, കേക്കുന്നില്ലേ? സാമി സാറ് കേക്കുന്നില്ലേ? സ്വാമി സാറേ തലക്കുണ്ട വെച്ച റീ എൻട്രി അടിക്കുന്ന സ്വാമി സാറല്ലേ ഇത്? അന്ന് ഡി എച്ച് റീ എൻട്രി അടിച്ച സാറല്ലേ ഇത്? ഹലോ സ്വാമി സാറേ, സാറെ കേക്കാവല്ലോ? ഇത് റീ എൻട്രി സാറല്ലേ? റീ എൻട്രി രണ്ടാമത് റീ എൻട്രി അടിച്ച സാറല്ലേ ഇത്? ഡി എച്ച് പറ സാറേ. അയ്യാ അല്ല സാറേ, റീ എൻട്രി സാറ് പറയാം. ഹലോ സാമി സാറ് കേക്കുന്നുണ്ടോ? ഹലോ ഷാഡോ സാറ് അഫ്ഗാൻ തോന്നുന്നു. അല്ല സാമി സാർ അഫ്ഗാൻ തോന്നുന്നു. ഷാഡോ സാറ് വേറെ അല്ലേ? പരാതി എന്താ ഉള്ളത്? പരാതി കഴിഞ്ഞു, വണ്ടി എടുത്ത് കൊടുത്തില്ലേ? കഴിഞ്ഞില്ലേ? അല്ല മൊട്ട സാറേ, ടൊമാറ്റോ സാറേ, സാറിന്റെ പേരറിയാം, പേര് വിളിച്ചവര് മൊട്ടാന്ന് വിളിച്ചാല്. സാമി സാർ മിണ്ടുന്നുണ്ടല്ലോ. സാമി സാർ ഹലോ. സാമി സാർ ഇങ്ങനെ മുച്ചിരിയൊന്നുമല്ല സാറേ, സാക്കെ നിന്നെ വിളിക്കുന്നു. നീ വന്നേ, സാക്കി വന്നടാ. എന്നെ സാമി സാർ വിളിക്കുന്നു. ഇത് മറ്റേ വെറുതെ 20 മിനിറ്റ് ജയിൽ, 20 മിനിറ്റ് ജയിൽ, 20 മിനിറ്റ് ജയിലിട്ട് 20 മിനിറ്റ് ജയിലിട്ടു. ആ കേൾക്കുന്നത് പിന്നെ അനങ്ങാണ്ട് നിക്കുന്ന പിന്നെ സാമി സാറിന്റെ സംസാരിച്ചത്. സാമി സാറിന്റെ എനിക്കൊരു കാര്യം സാറെ ചെവിടെ ബായോടെല്ലാം പറയും. നിങ്ങൾ കുണ്ടികൊണ്ട കേൾക്കുന്ന അന്ന് മാറിക്കാല പറയുന്ന സാറേ. സംസാരിക്കാൻ താല്പര്യമില്ല, സോറി. നീ മാറി ഇന്നോടെ മാറിക്കാൻ പറ. സ്വാമി സിനിമയിൽ ഉണ്ടാക്കിയ നീല്ലേ അതിന്റെ ചെവി കടിച്ചാ മതി കേട്ടാ. മിണ്ടായിരിക്കുവാണേ. ഇയാൾക്കെന്താ ഈ ചിന്തന്റെ അല്ല ഞാൻ എന്താണ് സാർ കാണിക്കുന്നത്? അല്ല ഞാൻ എന്ത് ചെയ്യും സാറേ? ഞാൻ അവിടെ മിണ്ടായിരിക്കുവാണല്ലോ. സാറിനെന്താ ബുദ്ധിയില്ല സാറേ? കോള് വന്നുണ്ടോ? എന്നിട്ട് പിടിച്ചോണ്ടങ്ങ് പോയതോ സാറ്? ഇല്ല സാറേ, ചിന്നാടൊക്കെ കയപ്പാനാ മോനെ. എന്താ വെറുതെ കണ്ട ഇതൊക്കെ ഭയങ്കര കഴപ്പാണ് സാറേ, ഉള്ള കാര്യം പറയാൻ. കയപ്പ് എക്സ്ട്രീം ഇവൻ എന്ത് പിന്നെ കൊടുക്കാം. ഇവിടെ കിടന്ന് പ്രശ്നം കണ്ടോ? ഇല്ല നമ്മൾ ജയിലിട്ടോ ഉമാരെ പോയി വിളിച്ചിട്ടാണ്. ജയിലിട്ടോ വിക്രമാദി കാണാ സാറേ. ഇതെന്തിനാ ചുമ്മാ ഡേറ്റ് ചെയ്യുന്നേ? സാറേ നമ്മള് ലീവ് ചെയ്ത് പോയതല്ലേ സാറേ? സാറേ ആരെ ഇൻസൾട്ട് ചെയ്തേ? സാറേ വെറുതെ ഒന്ന് സിറ്റിസനെ കപ്പ് ചെയ്തിട്ട് സാറേ വെറുതെ ഒന്ന് സിറ്റിസനെ അല്ലേ സാറേ കപ്പ് ചെയ്ത്? ഞാൻ വിളിച്ചെന്നല്ല കഴിവൊന്നും. ഞാൻ എന്ത് വിളിച്ച്? സാറേ ഞാനിപ്പോ ഒരു ഓഫീസറിനെ ഒരു ചീത്ത വിളിച്ചിട്ടില്ല. ഒരു ചീത്ത വിളിച്ചില്ല. ചുമ്മാ ആളെ സാറെ കപ്പ് ചെയ്ത ചുമ്മാ സാറേ ചുമ്മാ പീഡിയുടെ പവർ കാണിയില്ലേ സാറേ? ഞാൻ വിളിച്ചിട്ടില്ല സാറേ. വിളിച്ചിട്ടുണ്ടെന്ന് പറയും. അല്ല എന്താണ് സാറേ കാണിക്കുന്നത്? അല്ല ആര് വിളിച്ച്? കഴിവേരെന്ന് ആര് വിളിച്ച്? അല്ല ഇത്ര ഈഗോ എന്താണ് കാണിക്കുന്നത് സാറേ? ഞാൻ കഴിവേരെന്നൊന്നും വിളിച്ചിട്ടില്ല. എന്താണ് സാറ് കാണിക്കുന്നത്? സാറേ എന്തോ സാറേ കാണിക്കുന്നത്? സാറിന് ബുദ്ധിയില്ലേ സാറേ? അല്ല സാറേ എന്നെ കഫ് ചെയ്യേണ്ട ആവശ്യം എന്താ സാറേ? സാറേ അല്ല എന്നെ കഫ് ചെയ്യേണ്ട എന്താ ആവശ്യമുണ്ട് സാറേ? അല്ല സാറേ ഞാൻ മര്യാദയ്ക്ക് ലീവ് ചെയ്ത് പോയാൽ ഞാൻ എന്നെ എന്തിനാ സാറേ കഫ് ചെയ്യേണ്ട ആവശ്യം?
അല്ല പറ നിങ്ങൾ പറഞ്ഞ ഞാൻ കഴിവറിന്ന് വിളിച്ചല്ലേ അല്ല പറ നിങ്ങൾ എനിക്ക് എക്സ്പ്ലനേഷൻ എന്താ ഹലോ സാർ ഹലോ സാറേ ഹലോ സാറേ എന്തിനാ സാറേ എന്നെ ഇപ്പൊ ഇവിടെ പിടിച്ചോണ്ട് വന്നേ അതിന്റെ റീസൺ പറഞ്ഞേ സാറേ ഒരു ഓഫീസറെ ഞാൻ കഴിവറിന്ന് വിളിച്ചില്ല ഞാൻ കിഴപ്പെന്ന് പറഞ്ഞിട്ട് കഴിവറിന്ന് വിളിച്ചിട്ടില്ല അത് ഞാൻ എന്റെ കൂടെ ഉള്ളതിന്റെ അടുത്താണ് റേഡിയോയിലാണ് പറഞ്ഞത് എടാ ഇത് ലീവ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് നമ്മൾ ലീവ് ചെയ്ത് വണ്ടി എടുത്ത് പോയതാണ് സാറേ ഞാൻ കഴിവേറിന്ന് വിളിച്ചിട്ടില്ല സാറേ ഞാൻ കഴിവേറിന്ന് വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടില്ല ആ ബോഡിക്കാൻ വെച്ചോ സാറ് ബോഡിക്കാൻ നോക്ക് പുള്ളിക്കാരെ അങ്ങനെ കേട്ടു അപ്പൊ എന്തായാലും ബോഡിക്കാൻ ചെക്ക് ചെയ്ത് സാറേ ഇതൊക്കെ പ്രോപ്പർ ഈഗോ ആണ് കാണിക്കുന്നത് കേട്ടോ അതാ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ പുള്ളിക്കാരൻ ബോഡിക്കാൻ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഇല്ലെങ്കിൽ എന്തായി ഹലോ പിന്നെ നിനക്ക് മാത്രം പേറ്റന്റ് എന്നേക്കണ്ടാണ് ആ പാട്ടിന്റെ ആ പാട്ട് സോറി ബോയ് നാളെ ടൊമിറ്റോ കരയുന്നത് ഞാൻ കാണിച്ചു തരാവേ സാറേ ഞാൻ സാറെ വിളിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഇതിനുള്ള കോമ്പൻസേഷൻ കിട്ടണം കേട്ടോ ഞാൻ എന്ത് ഡിസ്റെസ്പെക്ട് ചെയ്തേ പറ ഞാൻ എന്താ സാറേ വെറുതെ അവിടെ സ്വാമി സാറിനോട് സംസാരിച്ചോണ്ടിരുന്ന വെറുതെ എന്നെ ഒന്ന് കഫ് ചെയ്തോണ്ട് പോയിട്ട് ഇവർക്കുള്ള പണി നമ്മൾ പിന്നീട് കൊടുത്തോളാം ത്രട്ടനിങ് അത് സാറ് പറഞ്ഞിട്ടാന്ന് പറയോ അതായത് ഇവർക്കുള്ള പണി നമുക്ക് പിന്നീട് കൊടുക്കാന്ന് സാറ് റേഡിയോയിൽ പറഞ്ഞത് സാറ് പറഞ്ഞില്ലേ സാറേ ഞാനത് എന്റെ റേഡിയോയിൽ എന്റെ ആൾക്കാരുടെ വേറെ കാര്യമാണ് പറഞ്ഞത് അവന്മാര് വേറെ സിറ്റുവേഷൻ എടുത്തു സാറേ എന്റെ റേഡിയോ പറഞ്ഞ സാർ എങ്ങനെ കേട്ട് സാറാരാ സാറിന്റെ മൊത്തത്തലം വെച്ചിട്ട് സാറാര് സാറേ ശരിയാണ് പക്ഷെ എന്റെ കൂടെ ഉള്ളവര് വേറെ സിറ്റുവേഷൻ എടുത്ത അവിടെ സാറേ എന്റെ കൂടെ ഉള്ളവരവിടെ വേറെ സിറ്റുവേഷൻ എടുത്ത് അപ്പൊ അവരെടുത്ത് പറഞ്ഞു ഇവന്മാർക്കുള്ള പണി വേറെ കൊടുക്കാന്ന് ഇപ്പൊ കൊടുക്കണ്ടെന്ന് പറഞ്ഞു വീഡിയോ ഒന്നും ഞാൻ അവിടെ മനസ്സിട്ടില്ല സാർ ചുമ്മാങ്ങളല്ലേ ഇവിടെ ചുമ്മാ എന്നെ സെല്ലി കൊണ്ടിട്ട് മറ്റേ ഒരുമാതിരി മൂഞ്ചിത്തരം കാണിക്കില്ല കേട്ടോ സാറേ കേട്ടോ നിന്റെ മൊട്ട അടിച്ച് വെട്ടി കീറും പോടാന്ന് ചുമ്മാ അൺവാണ്ടഡ് സിറ്റുവേഷൻ ഉണ്ടാക്കും നിന്റെ ഈഗോ ഉണ്ടല്ലോ നിന്റെ ഈഗോ നീയൊക്കെ തമ്മി വായിട് അല്ലെങ്കിൽ സ്വന്തം അണ്ടി എടുത്ത് വായി കടിയടാ ഒണ്ടാ നിനക്ക് ഈഗോ ഉണ്ട് ഞാൻ ടിവിയുടെ നല്ല വേഷന് കിട്ടിയില്ലേ പീടിക്ക് വൺവീതിലേക്ക് എടുത്തില്ല അതിന്റെ നല്ല പൊട്ടലും ഈഗോ ഉണ്ട് നിനക്കൊക്കെ പോടാ മൊട്ട നീ പോയി മറ്റേ കാളയുടെ അണ്ടി വായിടാ പോടാ ഒന്നുമില്ല പോടാ മുണ്ടച്ചുവനെ തള്ളവളി നിന്റെ അച്ഛന്റെ അണ്ടി പൂരിമോനെ ലൈവ് കഴിഞ്ഞ് കാണണോടാ പട്ടി പൊലാടി പൂരിമോനെ എല്ലാ കുണ്ടിനും സഹിച്ചോണ്ടിരിക്കാൻ പറ്റുന്നില്ല ഞാൻ വേറെ മോശമൊന്നും പറഞ്ഞിട്ടില്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ നീ പറഞ്ഞില്ല പോടാ മൊട്ടക്കണ്ടി പോ ഞാൻ ഇവിടെ ചുമ്മാ അൺവാണ്ടഡ് സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് സാറെ മര്യാദയ്ക്കാനോ അത് അച്ഛനോ പറയാൻ എന്നെ വെറുതെ വന്ന് കപ്പിയിട്ട് രണ്ടാമത് ഞാൻ കഴിവേറിന്ന് വിളിച്ചെന്ന് പറഞ്ഞ് രണ്ടാമത് വീണ്ടും കപ്പ് ചെയ്തതിന്റെ സമയം കളയില്ല സാറേ ചുമ്മാ നിങ്ങളൊക്കെ നിന്റെ ഈഗോ നിന്റെ മറ്റേ പരച്ചത്തിന് നെഞ്ചത്തോണ്ട് തീർക്കണം നിന്റെ ഈഗോ ഏടാ പോടാ വാത്താളം അടിക്കടാ ഞാൻ ആണാടാ വാത്താളം അടിക്കും അല്ല നിന്നെ പോലെ കണ്ട മറ്റേ സാറുമാർ അണ്ടറിൽ സാറുമാർ അണ്ടി പിടിച്ച് താങ്ങുന്നതല്ലേ പോടാന്ന് അല്ലല്ല എല്ലാ കാര്യവും ഒക്കെ ഞാൻ ഇത്ര നേരം മര്യാദക്കാണ് ഇന്നേ സാറേ മര്യാദക്കാണ് ഇത്ര നേരം ഇന്ന് സാറേ മര്യാദക്കാണ് ഇന്നത് എന്ത് കാര്യമാണല്ലോ സാറേ വെറുതെ തന്നെ കപ്പ് ചെയ്ത് മറ്റേ കഴിവേറിന്ന് വിളിച്ചെന്ന് പറഞ്ഞോ ഈ ഫേക്ക് അലിഗേഷൻ കൊണ്ടുവന്ന് മറ്റേ ഇവിടെ കൊണ്ട് മറ്റേ മൂഞ്ചി തീർത്തുന്നുണ്ടല്ലോ സാറേ നിന്റെ ഈഗോ നിന്റെ കൈ വെച്ചാൽ മതി പോടാ കണ്ടി മൊട്ടക്കണ്ടി നീ പോട്ട് നിനക്ക് പറഞ്ഞ പണിയതാണ് കാളയുടെ അണ്ടി വായിടുക കേട്ടോടാ കാളയുടെ അണ്ടി വായിടുക വെറുതെ ഇതൊക്കെ ചുമ്മാ നിന്റെയൊക്കെ പീടിയുടെ കിഴപ്പ് കാണിക്കുക കണ്ണാപ്പി നിങ്ങൾ രണ്ടുപേരും ഇറങ്ങി ഞങ്ങളോടല്ലേ രസം ചെയ്ത് നിങ്ങൾ സാറേ ഞാനുണ്ട് സാറിന് ബോഡി ക്യാമിൽ എന്തെങ്കിലും കിട്ടിയോ ഞാൻ കഴിവറിന്ന് വിളിച്ച് കിട്ടിയോ പിന്നെന്താണ് സാർ പിന്നെ എന്തിനാണ് സാർ എന്നെ ഇവിടെ കൊണ്ടുവന്നത് നിനക്ക് കിടക്കുന്നോടാ അല്ല മര്യാദ ഇന്നല്ലേ വണ്ടി എടുത്ത് പോയാ വിളിച്ചില്ല എന്ന് പറഞ്ഞല്ലേ നിന്റെ ബോഡി ക്യാം ചെക്കിങ്
എന്നിട്ട് പിന്നെ ഇവിടെ കൊണ്ടിരുത്തിട്ട് മറ്റേ ഈ മൊട്ടപ്പുണ്ടയുടെ ഇത് കേൾക്കാനല്ല ഞാൻ ഇവിടെ കയറിയിരിക്കുന്നത്. ഈ മൊട്ടപ്പുണ്ടയുടെ ഇത് കേൾക്കാനല്ല ഞാൻ ചെല്ലിയിരിക്കുന്നത്. അല്ലെ മര്യാദ സംസാരിക്കുമ്പോ വിളിച്ചില്ല എന്ന് ഞാൻ 100 വട്ടം പറഞ്ഞത്. പിന്നെ ഈ മൊട്ടപ്പുണ്ടയുടെ കുറച്ച വർത്താനം കേട്ടോണ്ട് കേൾക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഓഫീസത്തിന് കോള് തന്നെ കേട്ടാ ഇവിടുന്ന് പോയേ. ഓ സാറ് പറയട്ടെ സാറേ ഞാൻ വിളിച്ചില്ലല്ലോ, എന്നെ വിട് സാറേ, എനിക്ക് സംസാരിക്കണം നിങ്ങളോടെ. ഞാൻ വിളിച്ചില്ല. ഞാൻ എന്തിനാണ് സാർ എന്നെ ക്ലിയർ ചെയ്യാറ്? സാറിന്റെ പ്രൊഫസറോ നീ അല്ല ടീച്ചറാണോ? നീ പോലീസല്ലേ? വിട് വിട് സാറേ വിട് സാറ് വിട്. സാറിന്റെ പവർ ഗെയിമിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ? വാ ഇനി വിട്. ഇനി സാർ വിട് സാർ വിട്. സാറേ എന്ത് പ്രശ്നം സാറേ? ഞാൻ വെറുതെ മര്യാദക്ക് പോയ എന്നെ വിളിച്ചോണ്ട് ഇവിടെ വന്ന് ട്രിഗർ ചെയ്ത് ഇത്ര ഉണ്ടാക്കി നിങ്ങളെ സാറേ സമ്മതിക്കണ്ടായോ? സാറേ സമ്മതിക്കണ്ടായോ? സാറ് മര്യാദക്ക് നിന്നെ എന്റെ സാർ ഒന്ന് ചെയ്യണേ. ഞാൻ സിറ്റുവേഷൻ ലീവ് ചെയ്ത് വണ്ടി എടുത്ത് പോവാ നിന്നെ ഞാൻ. അല്ല സാറേ പറഞ്ഞേക്ക് കഴിവേറി വിളിച്ചെന്ന് പറഞ്ഞേ. സാർ എന്നോട് മാനായിട്ട് സംസാരിക്കുന്നേ. ആ തമിഴ് സംസാരിച്ച സാർ എന്നോട് മാനായിട്ട് സംസാരിച്ചേ. പക്ഷെ ആ മൊട്ട വന്നിട്ട് മറ്റേ കൊണന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന എനിക്ക് കേട്ടോണ്ടിരിക്കാൻ വയ്യ. കാരണം തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. എല്ലാരും വെളിയിലോട്ട് പോകും. അവ കാണുമ്പോ ട്രിഗർ ആവുന്ന കണ്ടില്ലേ? നീ മര്യാദക്ക് സംസാരിച്ചോ? ഓക്കെ നീ ഹലോ അത് എന്റെ തെറ്റാണ്. നീ വിളിച്ചിട്ടില്ല. ഞാൻ വിളിച്ചില്ല. അതല്ല ഞാൻ ആദ്യം ഒരു 10 വട്ടം പറഞ്ഞില്ല സാറേ. ഞാൻ വിളിച്ചില്ല സാറേ. ഞാൻ ഈ സിറ്റുവേഷൻ ലീവ് ചെയ്ത് പൊക്കോണ്ടിരുന്ന ആളാ. സാർ ഓക്കെ നിങ്ങൾ തന്നെ ഇവിടെ കൊണ്ടുവന്ന് സാറ് മാത്രമായിട്ട് ജസ്റ്റ് ബോഡി ക്യാൻ ചെക്ക് ചെയ്തിട്ട് പ്രസ് ചെയ്ത് വിട്. അതെനിക്ക് സീനില്ല. ഈ മൊട്ട വന്നിട്ട് ഇവിടെ നിന്ന് കൊണാന്ന് കൊണക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഞാൻ വിളിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞില്ല സാറേ. ഞാൻ സ്വാമി സാറിന്റെ അടുത്ത് അവിടെ സംസാരിക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിന്നാണ്. സ്വാമി സാർ അവിടെ തിരക്കാണ്ടി പിന്നെ പറഞ്ഞു നമുക്ക് പോവാന്നുള്ള രീതിയിൽ പറഞ്ഞു. അല്ല സാർ എന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരുന്നപ്പോഴാണ് സാറിന് കപ്പ് ചെയ്തത്. അന്നേരം തന്നെ ഞാൻ പറഞ്ഞ സാർ കേട്ടേ. സാറേ ഒന്നാമത്തെ കേസ് സാറേ ഞാൻ അവിടെ വെറുതെ സ്വാമി സാറിന്റെ അടുത്ത് നിന്നോണ്ട് സാറ് വന്ന് കപ്പി. എന്നിട്ട് ഞാൻ ഒരു അക്ഷരം സാറിനെ മോശമായിട്ട് പറയാനൊന്നും വന്നില്ല. സാർ എന്താ കാണിക്കുന്നത് മാത്രമേ ചോദിച്ചുള്ളൂ. സാറിലെ മറ്റേ വെള്ളം ഉടുപ്പിട്ട് സാറിന്റെ മുടി പോലെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സാറേ ഞാൻ ലീവ് ചെയ്ത് പോയി വണ്ടിയുടെ ഇടം വന്നപ്പോഴത്തേക്ക് എന്നെ ടേസ്റ്റ് ചെയ്ത് കപ്പി ചെയ്യുന്നു. സാറേ ഞാൻ കഴിവേറിന്ന് വിളിച്ചത് സാറേ. ഞാൻ വിളിച്ചില്ല സാറേ. സ്വാമി സാറേ എല്ലാവർക്കും റേഞ്ച് ഉണ്ട് സ്വാമി സാറേ. സാറിനാണേലും എനിക്കാണേലും എല്ലാവർക്കും റേഞ്ച് ഉണ്ട് സാറേ. ഞാൻ ലീവ് ചെയ്ത് പോയ എന്നെ വിളിച്ചു വരുത്തി ഇവിടെ കഴിവേറിന്ന് വിളിച്ച് പോട്ടെ. നിങ്ങൾക്ക് എന്നെ നോർമലി ചെക്ക്. ഈ മൊട്ട സാറ് വന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? വേറൊരാളാണ് കഴിവറിന്ന് വിളിച്ചിട്ടുള്ള. അപ്പൊ സാറിന്റെ സൗണ്ട് പോലെ തോന്നിയോണ്ടാണ് അറസ്റ്റ് ചെയ്തത്. അത് ക്ലാരിഫൈ ചെയ്യാനുള്ള ടൈം പോലും സാർ നമുക്ക് തന്നിട്ടില്ല. സാറേ അതിനു മുമ്പ് നിങ്ങളുടെ മൊട്ട സാറ് കയറി കൊണക്കൂല്ലേ? സാർ അത് കേട്ടില്ല. അതിനല്ലേ ഞാൻ റേജ് ആയത്. സാറേ ഞാനിവിടെ വേറെ ഓഫീസറിനോടൊന്നും റേജ് ആവാനില്ല. ആ മൊട്ട സാറിന്റെ അടുത്താണ് ഞാൻ റേജ് ആയത്. അത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുവാണ്. മൊട്ട സാറിന്റെ അടുത്താണ് ഞാൻ റേജ് ആയത്. വിക്രമാദിത്യൊക്കെ പോയി. ഇവിടെ ആര് ക്ഷണിച്ചു നിങ്ങളൊക്കെ? അത് മാസടിക്കാൻ വന്നതാണോ സാറ്? സൂപ്പർ. നമുക്ക് വിക്രമാദിത്യ 2 സിനിമയിൽ ഇത് കൊടുക്കാം കേട്ടോ. ദുൽഖറിന് ഒരു 5 ഡയലോഗായിട്ട് സാർ. സാറേ എനിക്ക് ഇതിന്റെ കോമ്പൻസേഷൻ കിട്ടണമായിരുന്നേ. അല്ല സാറേ എന്റെ ടൈം വേസ്റ്റ് ചെയ്തതിൽ എന്റെ ഡിഫേമേഷൻ ആയിട്ട് എനിക്ക് ഇതിന് ഒരു കോമ്പൻസേഷൻ കിട്ടണം. അല്ല എനിക്ക് കോമ്പൻസേഷൻ കിട്ടണം. കാരണം എന്നെ വെറുതെ ആണ് ഇവിടെ കൊണ്ടിരുത്തിയത്. ഞാൻ ഓഫീസേഴ്സിന്റെ അടുത്താണ് സംസാരിക്കുന്നത്. കണ്ട കാളെ അണ്ടി പിടിക്കുന്നതിന്റെ അടുത്തല്ല സംസാരിക്കുന്നത്. ഞാൻ ഓഫീസേഴ്സിന്റെ അടുത്താണ് സംസാരിക്കുന്നത്. സാറേ സാറേ എനിക്ക് ഇതിന്റെ കോമ്പൻസേഷൻ കിട്ടണം. അല്ലെ ബാലചന്ദ്രൻ സാറിനെ സാറേ ഒരു ബഹുമാനം ഇല്ലാണ്ട് വാർത്താളം മാത്രം. സാറേ ഈ ഓഫീസറിനെ പറഞ്ഞു വിടും സാറേ. സാറേ ഈ ഓഫീസറിനെ പറഞ്ഞു വിടും സാറേ. സാറേ എനിക്ക് ബാലചന്ദ്രൻ സാറിന്റെ അടുത്ത് കാര്യം സംസാരിക്കാനുണ്ട്. സാറേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇദ്ദേഹത്തിന്റെ അടുത്ത് കേസും കാര്യങ്ങളും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് വിടാൻ നോക്കുമ്പോ ഇദ്ദേഹം പ്രോപ്പർ സിറ്റുവേഷൻ കണ്ടിട്ട് സാറേ എന്നെ ജയിലിൽ വിടണേ. പ്രോപ്പർ സിറ്റുവേഷൻ കണ്ടിട്ട് ജയിലിൽ വിടണേ. അല്ലല്ല പ്രോപ്പർ ബാലചന്ദ്രൻ സാർ പ്രോപ്പർ സിറ്റുവേഷൻ കണ്ടിട്ട് ജയിലിൽ വിടണേ.
ബാക്കി എന്താണ് എന്റെ എന്തോ താങ്ങണം എന്നൊക്കെ പറയുന്നുണ്ടായി പുള്ളി. എനിക്കത് പറയാൻ പറ്റുന്നില്ല. അല്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നേക്ക പിന്നെ സൂപ്പർ പരിപാടിയാണല്ലോ, സൂപ്പർ പരിപാടിയാണല്ലോ നിന്റെ ഒക്കെ വായി വന്നത്. വന്നിട്ടില്ല സുഹൃത്തെ. ഈ വർത്തമാനം പറഞ്ഞ എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഞാൻ എന്താ അല്ലല്ല ഭരസത്തെ സാർ വന്നത് സാറോട് സംസാരിച്ചിട്ട് ബാക്കി എന്താ ചെയ്താറേ? ഹലോ ഹലോ ഭരസത്തെ സാറല്ലോ കേക്കാവോ? പുള്ളി അൺകപ്പ് ചെയ്തോ, പുള്ളി ഇങ്ങോട്ട് വന്നോളൂ, പുള്ളി അൺകപ്പ് ചെയ്തോ. സാറേ ഭരസത്തിന്റെ സാറിനെ വിളിക്കാം സാറേ സംസാരിക്കാനായിട്ട്. ഇവിടെ വിട്ടോ അൺകപ്പ് ചെയ്തോ, പുള്ളി അൺകപ്പ് ചെയ്തോ. അതെ സാറേ ഹലോ ഭരസത്തിന്റെ സാർ ഒന്ന് കയറി വരും സാറേ. സാറേ ഞാൻ ഒരു സിറ്റുവേഷൻ ഇല്ല സ്വാമി സാർ. ഇല്ല റെഡിയില്ല സ്വിച്ച് ഓഫ് ഡ്രോപ്പ് ചെയ്യാം സാറേ. സാറേ ഞാൻ സിറ്റുവേഷൻ ക്ലിയർ ചെയ്തു സാറേ. അല്ലല്ല ഞാൻ പറയട്ടെ സാറേ ഞാൻ വെറുതെ അവിടെ നിൽക്കുമായിരുന്നു. വെറുതെ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു മറ്റേ ഒരു സാറിന്റെ പോലെ വെള്ളം ഉടുപ്പിട്ട് മറ്റേ തലയിൽ ആ മുടി പോലത്തെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന സാറിന്റെ മുടി പോലത്തെ ഓഫീസർ വന്നിട്ട് ഞാൻ സ്വാമി സാറിനോട് സംസാരിക്കാൻ നിൽക്കുമായിരുന്നു. ഞാൻ അതുവരെ ഒരു ഓഫീസറിന് ഡിസ്റെസ്പെക്ട് ആയിട്ടോ സാറെന്ന് തന്നെയാണ് വിളിച്ച് സംസാരിക്കുക. അതിന് മുമ്പേ വേറെ ഒന്നും വിളിച്ച് സംസാരിക്കാൻ നിന്നില്ല. അപ്പഴത്തേക്ക് ഈ സാർ വന്ന് എന്നെ കഫ് ചെയ്ത് എന്നിട്ട് എന്നെ കഫ് ചെയ്ത് ഞാൻ പറഞ്ഞു സാറേ എന്താണ് സാറ് കാണിക്കുന്നത്? സാറേ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇവിടെ മിണ്ടിയ ഒരു അക്ഷരം മിണ്ടാതാണ് ഞാൻ സൈഡ് ചെയ്യുന്നത്. അല്ലല്ല ഒന്നും പറഞ്ഞില്ല സാറേ. അത് കഴിഞ്ഞിട്ട് സാറേ ഞാൻ പറഞ്ഞു സാറേ എന്ത് കിഴപ്പാ സാറേ കാണിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഇത് ഈ വെറുതെ കഫ് ചെയ്ത് കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു സാക്കേടാ പീഡിയിൽ നിമിഷം പോലെ ഇരിക്കണ്ട, നമുക്ക് ലീവ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് സാറേ എന്നിട്ട് കേക്ക് അല്ലല്ല ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ആ സാറ് പറയുവാണ് കൈതട്ടി കഫായതാണ്. ഇതെന്താണ് സാറേ കൈതട്ടി ടേസ്റ്റ് ചെയ്യുക, എന്നാ കൈതട്ടി കൊല്ലുക, ഇതൊക്കെ ചെയ്ത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു പി ഡി ഓഫീസറെ കൈതട്ടി കൊന്നിട്ട് വന്നിട്ട് ഇവിടെ ഒന്ന് പറയാണ് സാറേ അപ്പൊ തന്നെ അയച്ചു സാറേ. പക്ഷെ സാറേ എന്നെ അറിയാവുന്നവരൊക്കെ സാറല്ലേ സാറേ. പിന്നെ പെട്ടെന്ന് ഇല്ല സാറേ ഞാൻ ക്ഷമിച്ചു പോയി വണ്ടി എത്തിയപ്പോഴത്തേക്ക് പെട്ടെന്ന് വന്ന് എന്നെ ടേസ്റ്റും ചെയ്ത് കഫും ചെയ്തിട്ട് പറയാണ് ഞാൻ കഴിവേറിന്ന് വിളിച്ചെന്ന്. ഞാൻ ഒരക്ഷരം വിളിച്ചില്ല. അപ്പൊ എന്റെ ബോഡി ക്യാമറ ചെക്ക് ചെയ്യാനുണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ സാറെ നിർത്തിയെന്ന് ഈ റൈറ്റ് സൈഡിലെ ഈ സാറും പിന്നെ ഒരു തമിഴ് സംസാരിക്കുന്ന ഒരു സാറും ഉണ്ട്. ആ സാറോടാണ് ആ സാറാണ് കേട്ടെന്ന് പറഞ്ഞത്. ഷാഡോ എന്ന് പറഞ്ഞ സാറാണ് കേട്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ഓക്കെ അതിന് സഹകരിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഈ മൊട്ട ഒരു ഓഫീസർ സാറ് വന്നിട്ട് അങ്ങോട്ട് ചൊറിച്ചിൽ അങ്ങോട്ട് തുടങ്ങി. സാറെ വെറുതെ ഇട്ട് നമ്മളെ ട്രിഗർ ചെയ്ത് അവസാനം സാറേ മറ്റേ എന്നെ ഒരാൾ ക്ഷമിക്കുന്ന ലെവലുണ്ട് സാറേ. അതിനപ്പുറം പോയി എന്റെ അത്രേ ഉള്ളൂ സാറേ. ഞാനപ്പോ അതിന് മണ്ടയ്ക്കുള്ള കാര്യം പറഞ്ഞു. ഞാൻ സാറേ ഇവർക്ക് ഇത് ചെക്ക് ചെയ്തിട്ട് എന്നെ അപ്പൊ തന്നെ വിടാലോ സാറേ. ഈ സാറ് വന്നിട്ട് മറ്റേ ട്രിഗർ ചെയ്യേണ്ട എന്ത് ആവശ്യമുണ്ട് സാറേ? ആ മൊട്ടയെന്ന് പറഞ്ഞ സാറ് ആ മൊട്ട സാറോടാണ് സംസാരമായത്, വേറെ സാറോട് സംസാരമായിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ കണ്ണാപ്പി, ഇപ്പൊ അങ്ങനെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാലും കണ്ണാപ്പി ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യരുതായിരുന്നു. ഓക്കെ, പക്ഷെ എനിക്ക് ആ ഓഫീസറിനെ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഓഫീസിനെതിരെ എൻക്വയറി ഇട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും. സാറേ എന്താ സാറേ എല്ലാം കേട്ടോണ്ട് ഈ സൈറ്റ് നിൽക്കാൻ പറ്റൂല സാറേ എല്ലാ കാര്യങ്ങളും. കണ്ണാപ്പി പറഞ്ഞു മനസ്സിലായി. പക്ഷെ ഇപ്പൊ ഉള്ള കേസ് എന്താ? കണ്ണാപ്പിയും അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ പുള്ളിക്കുള്ളതും കൊടുക്കൂല്ലേ സാറേ? അപ്പൊ ഞാൻ എന്തായാലും കൊടുക്കും. ഓക്കെ, പ്ലസ് ഇപ്പൊ കണ്ണാപ്പിക്കും കൂടെ തന്നേ പറ്റൂ. എന്നാ സാറേ തന്നോ, എനിക്ക് എന്താ തന്നോ. ഓക്കെ, അത് ഡിസ്റെസ്പെക്ടിനുള്ള എന്താണ് ഫൈനും ജയിലും എന്നുള്ളത് അത് തന്നേ പറ്റൂ. ആ പുള്ളി ആരൊക്കെയാണോ സാറിനോട് സംസാരിച്ചത് ആ ഇത് രീതിയിലുള്ള ആ ആക്ഷനും നമ്മൾ ഇന്ന് എടുക്കും. ഓക്കെ ഓക്കെ മാർക്കോ, എനിക്ക് മറ്റേ വർക്ക് ആവത്തില്ല. എനിക്ക് വർക്ക്